ജിയോണും കുറച്ച് മൂഡ് ഓഫ് ആണെന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും ഉൺഹോയും നമുക്ക് ടബോക്കൊക്കെ കഴിക്കുവാനായിട്ട് പോയാലോ എന്ന് അവളോട് ചോദിക്കുന്നു. പക്ഷെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒന്നും തന്നെ ഉൺഹോയ്ക്ക് അധികം കഴിക്കുവാനായിട്ട് പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേണ്ട എന്നൊക്കെ ജിയോൺ പറയുമ്പോഴത്തേക്കും എന്നാൽ നമുക്ക് നടക്കാൻ പോകാമെന്ന് പറഞ്ഞ് അവൾക്ക് ഷൂസ് ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് അവനും. ഇപ്പോൾ നിലവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഉൺഹോ ഒന്നും അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുമല്ലോ, എന്തുകൊണ്ടാണ് എന്നോട് അതൊന്നും തന്നെ ചോദിക്കാത്തതെന്നൊക്കെ ഉൺഹോയുടെ അടുത്ത് ജൂൺ ചോദിക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും. നീ എപ്പോൾ ഓക്കെ ആകുന്നോ അപ്പോൾ എന്നോട് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ മതിയെന്നായിരുന്നു അവന്റെ മറുപടി. കുറച്ച് കുട്ടികൾ ബാസ്കറ്റ് ഒക്കെ കളിക്കുന്നത് കാണുമ്പോഴത്തേക്കും നിനക്കും ബാസ്കറ്റ് ബോൾ കളിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ഉൺഹോയും ജിയോന്റെ അടുത്ത് ചോദിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി കുട്ടികളുടെ കൂടെ ടീമൊക്കെ ആയിട്ട് ഒന്നിച്ച് ബാസ്കറ്റ് ഒക്കെ കളിക്കുകയാണ്. ജിയോൺ അത്രയും നേരം മൂഡ് ഓഫ് ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ബാസ്കറ്റ് ഒക്കെ കളിച്ചതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ എന്ത് കഷ്ടപ്പെട്ട ഗെയിമൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇരിക്കെ നീ എന്നെ തോൽപ്പിച്ചില്ലേ. എനിക്ക് തോൽക്കുന്ന ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നിനക്ക് എന്നെ ഒന്ന് ജയിപ്പിച്ചൂടായിരുന്നു എന്ന രീതിക്കൊക്കെ ജിയോൺ ചോദിക്കുമ്പോഴത്തേക്കും ഇനി മുതൽ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നീ ജയിക്കുന്നതായിരിക്കും, നിന്നെ ജയിക്കുവാനായിട്ട് ഞാനും അനുവദിച്ചു തരുന്നതായിരിക്കും എന്ന രീതിക്കൊക്കെ ഓൺഹോ സംസാരിക്കുമ്പോഴത്തേക്കും ജിയോണും വളരെയധികം ഹാപ്പി ആകുന്നു. ഓൺഹോ തിരിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും മിയയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൺഹോയോട് പറയുകയാണ്. നേരത്തെ ഹൈജിൻ ജിയോന്റെ സീനിയർ ആയിട്ടൊക്കെ കരിയർ വേയിൽ ഉണ്ടായിരുന്നതാണ്. കരിയർ വേയും ഒരു കമ്പനിനെ വിശ്വസിച്ച് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊള്ളുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. ഇങ്ങനൊരു സംഭവമൊക്കെ നടന്ന ആൾക്കാർ ഒരുപാട് പറ്റിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും കൂടി വന്നിട്ട് കരിയർ വേക്ക് എതിരായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് കമ്പനിക്കകത്തുള്ള ഒരാൾ തന്നെ ആയിരുന്നു ഈ ഒരു ചതിയിലേക്കൊക്കെ കമ്പനീനെ തന്നെ നയിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ജിയോണും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് കമ്പനിയുടെ സിഇഒ ആയിട്ടുണ്ടായിരുന്ന ലീ ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നതിന് മുമ്പ് ലീ ആകട്ടെ താനാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടാണ് മരിച്ചത്. സോ ഇൻവെസ്റ്റിഗേഷനും അവിടെ തന്നെ നിന്നുപോയി. യഥാർത്ഥത്തിൽ ഇനിയും കൂടുതൽ പ്രശ്നമൊന്നും ആകണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ലീ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജിയോണിന് ഹൈജിനായിരുന്നു ശരിക്കും സംശയം. പക്ഷേ ലീ മരിച്ചത് കൊണ്ട് തന്നെ കമ്പനിക്കകത്തുള്ള എല്ലാവരും തന്നെ ജിയോൺ കാരണമാണ് ലീ മരിച്ചതെന്ന രീതിക്കൊക്കെ അത് വരുത്തി തീർത്തു. അങ്ങനെ യഥാർത്ഥത്തിലുള്ള സംഭവത്തെ എല്ലാവരും തന്നെ മറന്നിട്ട് ജിയോണിനെതിരായിട്ടൊക്കെ എല്ലാവരും നിന്നു. ലീ മരിച്ചത് കൊണ്ട് അടുത്ത സിഇഒ ആയിട്ട് ഹൈജിൻ വരികയും അതുപോലെ തന്നെ ജിയോൺ ജോലിയൊക്കെ രാജിവെച്ചിട്ട് പുതിയതായിട്ട് കമ്പനി തുടങ്ങുകയും ചെയ്തു. ആ കമ്പനിയാണ് ഇത്. ആ ഒരു സംഭവത്തിന് ശേഷം സിഇഒ മരിക്കുവാൻ കാരണം അവളാണെന്നുള്ള രീതിക്കൊക്കെയാണ് അവളും പെരുമാറുന്നത്. കൂടുതൽ വർക്കൊക്കെ ചെയ്തിട്ട് അവളുടെ ബ്രെയിൻ ഒക്കെ ഇപ്പോൾ ഓവർലോഡ് ആയിട്ട് ഇരിക്കുന്നതും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലവിലുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് മേയ് പറയുമ്പോഴത്തേക്കും ഇത്രയേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് പോലും ജിയോണും വളരെയധികം സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഓൺഹോയും ഓർക്കുന്നു. ഓൺഹോ പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു ഇപ്പോഴും വീട്ടിലേക്ക് പോകാതെ വർക്ക് ചെയ്യുന്ന ക്യുങ്ഹുവിനെയൊക്കെ കാണുന്നത്. ഇത്രയും നാളും ക്യുങ്ഹ അസിസ്റ്റന്റ് എന്ന രീതിക്കൊക്കെ ആയിരുന്നു ഓരോ പ്രൊജക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യമായിട്ട് അവൾക്ക് സ്വന്തമായിട്ട് ചെയ്യുവാനായിട്ടൊരു പ്രൊജക്റ്റ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. സോ അവളും മാക്സിമം ആ ഒരു പ്രൊജക്റ്റ് നന്നായി തന്നെ ചെയ്യുമെന്നൊരു വാശിയിലേക്കാണ് ഉള്ളത്. ക്യൂഹയ്ക്ക് ഒരു കാൻഡിഡേറ്റിനെ മാത്രമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അവൾ ഒരുപാട് വർക്ക് ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഓൺഹോയും നീ നിലവിൽ നന്നായി തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ ഇരിക്കെ ഒരുപാട് സ്ട്രെസ് ഒന്നും കൊടുത്തിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പോകുന്നു. പിറ്റേ ദിവസം അവിടെ വലിയൊരു പ്രശ്നമൊക്കെ നടക്കുകയാണ്. ക്യൂഹ ഒരാളെ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അയാളുമായിട്ട് ഒരു മാസമായിട്ട് കോണ്ടാക്റ്റിലുമാണ് ഉള്ളത്. പക്ഷെ പെട്ടെന്ന് കിം അയാൾക്ക് മറ്റൊരു ജോലിയൊക്കെ വാഗ്ദാനം ചെയ്തു. അത്രയും നാളും ക്യൂഹയുടെ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുകയില്ല എന്നൊക്കെ അവളോടും പറഞ്ഞു. സോ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയതിന്റെ വിഷമത്തിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. ഇനി കിമ്മിന് എന്താണ് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ഒരു പ്രൊജക്ട് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനു മുമ്പ് ഇതേ ആളെ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അയാളെ വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അയാൾക്ക് കിമ്മിനോടുള്ള പരിചയം കാരണം പ്രൊജക്റ്റിൽ കയറാമെന്നൊക്കെ സമ്മതിക്കുകയും ചെയ്തു. ക്യൂങ്ഹയുടെ പ്രൊജക്ട് ഒക്കെ നടത്തുന്ന കമ്പനി ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നും അതിൽ നിന്നും പറ്റിയൊരു വ്യക്തിനെ ആയിരുന്നു താൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്നും ഇപ്പോൾ ആ ഒരു വ്യക്തിനെയാണ് കിം സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാള് ഉറക്കളച്ച് വർക്ക് ചെയ്തതെല്ലാം തന്നെ വെറുതെ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എനിക്ക് അയാളെ തിരിച്ചു തരാമോ, നിനക്ക് നിന്റെ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് മറ്റൊരാളെ സിമ്പിൾ ആയിട്ട് കിട്ടുകയില്ല എന്നൊക്കെ ക്യൂഹ ചോദിക്കുമ്പോഴത്തേക്കും കിമ്മിന് മൊത്തത്തിൽ ദേഷ്യമൊക്കെ വരുന്നു. നിന്റെ പ്രൊജക്ട് അയാൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ പിന്നീട് വിളിക്കുമ്പോഴത്തേക്കും അയാളും ഈ ഒരു പ്രൊജക്ടിന്റെ സമ്മതമാണെന്ന് എന്നോട് പറയുകയില്ലായിരുന്നു. മാത്രമല്ല നിന്റെ പ്രൊജക്ടിനെ കുറിച്ച് എന്നോട് പറയുകയെങ്കിലും ചെയ്തേനെ. ഇതൊന്നും തന്നെ ചെയ്യാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് എന്റെ പ്രൊജക്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കിമ്മു നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് ജിയോൺ കൂടി എത്തുന്നു.
ജിയോണ് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു കാൻഡിഡേറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഏത് ജോലിക്ക് കയറിയാലാണ് കിട്ടുക ആ ഒരു ജോലിക്ക് കൊടുത്തേക്കുവാനായിട്ട് പറയുകയാണ്. അങ്ങനെ ജിയോൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ക്യൂഹ ആകെ കരഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു റൂമിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. അത് കണ്ട ക്വാങ്ഹിയും ഗ്യൂറിമും ഗൃഹ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിനെ അവൾക്ക് തന്നെ കൊടുത്തേക്ക്, നിനക്ക് ഇനിയും പുതിയ ആൾക്കാരൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ആയിരുന്നു കിമ്മിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ക്യൂഹ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്ന വ്യക്തി ഇതാണെന്നുള്ള കാര്യം ഓഫീസിലെ കിം ഒഴികെയുള്ള എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ കിമ്മും ക്യൂഹയുടെ പ്രൊജക്ട് ഒക്കെ എടുത്ത് നോക്കുകയാണ്. പിന്നീട് കിം ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും ഉൺഹോ കൂടി അവന്റെ ഒപ്പം നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ക്യൂഹ അറിയിക്കേണ്ടത് എന്നെയാണ്. പക്ഷെ അവൾ എന്നോട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഞാനും എന്റെ പ്രൊജക്ടിന് വേണ്ടിയിട്ട് അതേ ആളെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ പ്രൊജക്ട് ചെയ്യുന്നതെന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാം. ഞാനും കഷ്ടപ്പെടുന്നൊക്കെയുണ്ട്. എങ്കിൽ പോലും ക്യൂഹയുടെ പ്രൊജക്ട് ഒക്കെ ഞാൻ വായിച്ചു നോക്കിയതിൽ നിന്നും ആ ഒരു വ്യക്തി അവളുടെ പ്രൊജക്ടിലൊക്കെ കൂടുകയാണ് എങ്കിൽ അതായിരിക്കും അയാളുടെ കരിയറിന് കൂടുതലായിട്ട് നല്ലത്. അതേസമയം ഞാനും അയാളെ കോൾ ചെയ്തിട്ട് അവളുടെ പ്രൊജക്ടിൽ കൂടിക്കോളുവാനൊക്കെ പറയാം. എനിക്കും അവളുടെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ദേഷ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിമ്മും പോകുന്നു. ഇനി ഉൺഹോയും ക്യൂഹ ആകെ വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സാധാരണയായിട്ട് ജിയോണ് മേടിച്ചു കൊടുക്കാറുള്ളത് കൂട്ട് ഒരു കോഫിയൊക്കെ ഉൺഹോയും അവൾക്ക് വേണ്ടി മേടിച്ചൊക്കെ കൊടുക്കുകയാണ്. മാത്രല്ല കിമ്മിന് നിന്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല. മാത്രല്ല നീ നല്ലൊരു രീതിക്ക് എത്തണമെന്നാണ് അവന്റെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ നീ ഇനി അവനെ കുറിച്ച് ഓർത്ത് ഒട്ടും തന്നെ വിഷമിച്ചൊന്നിരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ക്യൂഹനെയും ഉൺഹോ അറിയിക്കുന്നു. പിറ്റേ ദിവസം മീറ്റിംഗിൽ വെച്ച് ജിയോണും നേരത്തെ വഴക്കൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയുടെ കാര്യം എന്തായെന്നൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും ക്യുങ്ഹയാണ് ഇപ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നതെന്നും അയാളെ ഉടനെ തന്നെ ജോലിക്കൊക്കെ എടുക്കുന്നതായിരിക്കുമെന്നും ക്യുങ്ഹയും അറിയിക്കുന്നു. പിന്നെ കിമ്മിനായിരുന്നല്ലോ ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ കിമ്മും പുതിയ ആളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ജിയോണിനോട് പറയുന്നത്. പിന്നീട് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കിം ഉള്ളത് കൊണ്ട് തന്നെ ക്യുങ്ഹ അതിന് തയ്യാറാകുന്നില്ല. ക്യൂഹയും കിമ്മും ആ ഒരു സംഭവത്തിന് ശേഷം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനൊന്നും സാധിക്കാതെ വളരെ ഓക്വേർഡ് ആയിട്ടുള്ള രീതിക്കൊക്കെയാണ് പെരുമാറുന്നത്. നമുക്കും ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യേണ്ടേ എന്ന് ഉൺഹോ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ. എംപ്ലോയീസിന്റെ ഇടയ്ക്ക് ഇതൊക്കെ വളരെ സാധാരണയാണ്. എനിക്കും ഇവിടുത്തെ എംപ്ലോയീസിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് തോന്നാറുള്ളത് എന്നൊക്കെ ജൂൺ പറയുമ്പോഴത്തേക്കും എന്റെ അടുത്തും അങ്ങനെയാണോ തോന്നുന്നതെന്നൊക്കെ ഉൺഹോയും ചോദിക്കുന്നു. അതേന്ന മറുപടി ആയിരുന്നു ജിയുടെ അടുത്തൊന്നും ഉണ്ടായിരുന്നത്. അതല്ലാതെ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ എന്നൊക്കെ ജൂൺ ചോദിക്കുമ്പോഴത്തേക്കും അവളും അങ്ങനെയാണ് തന്നെ കാണുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ട് ഉൺഹോയും വളരെ നിർഭാഗ്യമായി പോയെന്നൊക്കെ പറഞ്ഞു പോകുന്നു. സ്യൂഹണും ബുക്സ് ഒക്കെ എഴുതുന്ന കൂട്ടത്തിലാണല്ലോ, അതുകൊണ്ട് തന്നെ അവളും എഡിറ്റേഴ്സിന്റെ അടുത്ത് ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ടൊക്കെ എത്തിയതായിരുന്നു. സ്യൂഹണും ഉൺഹോയും ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് വിചാരിച്ചതിനേക്കാളും 2 ബുക്സ് കൂടുതലായിട്ടൊക്കെ എഡിറ്റേഴ്സും അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ സ്യൂഹണും അറിയിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവര് ഫുഡ് കഴിച്ച അതേ കടയിൽ നിന്നും തന്നെ ഉൺഹോയും കുറച്ച് ബ്രെഡും മറ്റുമൊക്കെ മേടിക്കുന്നത് അവളുടെ ശ്രദ്ധയിലും പെടുകയാണ്. സ്യൂഹണും ആർക്കു വേണ്ടിയാണ് ഫുഡൊക്കെ മേടിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്റെ സിഇഒയ്ക്ക് സാധാരണ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കുന്നത് താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ഒരു ബേക്കറിയിൽ ഈ ഒരു ബ്രെഡൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനും അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബ്യോളില്ലേ, അവളെക്കാളും ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ സിഇഒ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺഹോ നടന്നു വരുമ്പോഴത്തേക്കുമാണ് വഴിയിൽ വെച്ച് ജിയോനെ അവൻ കാണുന്നത്. എന്നാൽ പിന്നെ ഞാനങ്ങ് പോയേക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ജിയോന്റെ അടുത്തേക്കൊക്കെ അവൻ ഓടിപ്പോകുന്നത് കാണുമ്പോഴത്തേക്കുമായിരുന്നു അവന്റെ ബോസ് ഒരു പെണ്ണാണെന്നുള്ള കാര്യമൊക്കെ സിഹുണോ മനസ്സിലാക്കുന്നത്. പിന്നീട് അവർ ഒന്നിച്ച് ലിഫ്റ്റിലൊക്കെ കയറുന്ന സമയത്ത് അവൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കൺട്രോൾ പോയിട്ടുണ്ടായിരുന്ന അവളും ലിഫ്റ്റിൽ വെച്ച് തന്നെ ബ്രെഡൊക്കെ കഴിക്കുവാനായിട്ട് നോക്കുന്നു. പിന്നീട് അവർ ഒന്നിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉൺഹോയുടെ അടുത്ത് നന്ദിയൊക്കെ പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ അവന് കൊടുക്കുന്നൊക്കെയുണ്ട്. ഇത് ജിയോണും ശ്രദ്ധിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.